സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. 1 കൊരിന്ത്യർ 16 വാക്യം. 1 കൊരിന്ത്യർ 16 മുതൽ 16 പഠിക്കുമ്പോൾ പൗലോസ് ഒരു കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. സ്തെഫാനോസിൻ്റെ കുടുംബം. അവർ ശുശ്രൂഷ പ്രസിദ്ധമായിരുന്നു. അവർ വിശ്വന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു. അവർ സേവനം ഭൗമികമായ കാര്യങ്ങൾ ആയിരുന്നുവെങ്കിലും അവരുടെ സ്വാധീനത്താൽ പൗലോസ് എഴുതി, അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. മറ്റുള്ളവരെ സൽക്കരിക്കാൻ അവസരമുണ്ടാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ നാം കൂടുതൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ അവ പ്രധാനമുള്ളതാണെങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെന്ന് നമ്മൾ ചിലപ്പോൾ മറക്കുന്നു. മനോഹരവും മികച്ചതുമായ ഭക്ഷണ ക്രമീകരണം അതിൻ്റെ സ്ഥാനമുണ്ട്. ഒരു ഭക്ഷണത്തിന് നമ്മെ പൂർണ്ണമായി പ്രവേശിപ്പാനും നമുക്ക് ഉന്മേഷം നൽകുവാനും സാധിക്കുകയില്ല. യഥാർത്ഥ പോഷണം ദൈവത്തിൻ്റെ നന്മയിലേക്ക് ഒഴുകി വരേണ്ടതാണ്. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളും എത്തും. അത് ഭക്ഷണ ശേഷം വളർന്നാൽ അവ പോഷിപ്പിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ആതിഥ്യ മര്യാദ സ്വീകരണമോ നിങ്ങൾക്ക് അപസ്മരണീയമായ സന്ദർഭങ്ങളുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആതിഥ്യം വളരുന്ന അത്തരം അവസരങ്ങൾ ആത്മീയമായി കൂടുതൽ അർത്ഥവത്താകുവാൻ എന്ത് മാറ്റം വരുത്തുവാൻ കഴിയും? പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ മറ്റുള്ളവരെ സ്വീകരിച്ച സമയങ്ങൾ അവരെ സേവിക്കുന്നതിനേക്കാൾ എന്നെ പ്രദർശിപ്പാൻ ശ്രമിച്ചത് എന്നോട് ക്ഷമിക്കണമേ. മറ്റുള്ളവർക്ക് ഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ ഉന്മേഷം പകരുന്ന വിധത്തിൽ പെരുമാറാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നമ്മെ നടക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച വരാവുന്ന ആവത്തോടെ ലോകത്തൊക്കെ ദൈവം നമ്മെ കാത്തുവായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയ ഒരാഴ്ചക്കാരൻ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ, വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.